ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് എടുക്കുകയാണ്. ഇത് ഓറഞ്ച് അങ്ങനെ ഒരു തിന്നായിട്ടുള്ളൊരു പരിപ്പാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മളെ സാധാ പരിപ്പിലേറെ. പിന്നെ ഇതിപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കും കൂടി ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഇതാ കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ തന്നെ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ തക്കാളിയും ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തുകണേ. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ. ആവശ്യം എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു 3 വിസിലുകൊണ്ട് തന്നെ ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ടും ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ മൂടി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസുമ്മലൊക്കെ ആകെ തെറിക്കണത് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പൊക്കെ നല്ലോണം വെന്തിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് കടുകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് വറവിടും കൂടി ചെയ്തിക്കണേ. പിന്നെ കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതാ ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കുറച്ചും കൂടി കറി പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ടെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടി. അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ ചപ്പാത്തിയും കൂടിയും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ സിങ്ക് നല്ലോണം സോപ്പ് ഇട്ടിട്ട് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ കിടക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം തുണി വെച്ചിട്ട് തുടച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ടും കൂടിയും ചെയ്യും. അപ്പോൾ രാവിലെ നല്ല ഈ ഒരു കൂറ പ്രാണികൾ അങ്ങനത്തെ അതിൻ്റെ ഒരു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സിങ്കൊക്കെ നമ്മൾ നല്ല നീറ്റാക്കിയിട്ട് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോഴാണ് കൂറയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവുക. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പും കൂടിയും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടുകയാണ്. രാത്രി അങ്ങനെ സോപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴുകലില്ല. നല്ലോണം ഒരു 2 വട്ടം അങ്ങനെ തുടച്ചിടും. രാവിലെയാണ് നല്ലോണം അങ്ങനെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തുടക്കലുള്ളൂ. രാത്രി ഇതുപോലെ നല്ലോണം ഒന്ന് തുടച്ചിടുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ.
അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇതുപോലെ ലിവിങ് റൂം മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റമദാനും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓരോരോ ഏരിയ അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്ന് ലിവിങ് റൂമാണ് കേട്ടോ ഡീപ്പ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുന്ന് വെക്കാനുണ്ടായിരുന്നു. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നല്ലോണം നനച്ചിട്ട് ഫ്രഷ് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ലീഫും കാര്യങ്ങളിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ലോണം നനച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുന്ന് വെച്ചു. അപ്പോൾ മൊത്തത്തിൽ ലിവിങ് റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. മാറ്റും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്തു. എല്ലാ സ്ഥലത്തെയും പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി ജനലും കാര്യങ്ങളൊക്കെ തുടച്ചു. അപ്പോൾ ഇതുപോലെ ഓരോ ഏരിയ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഭാരം തോന്നൂല. അപ്പോൾ ഇന്നിപ്പോൾ ലിവിങ് റൂമാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ നാളെ ഫോയർ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാവുമല്ലോ. പെട്ടെന്ന് അതങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.